അതെ, നമ്മൾ ഇന്ന് ഉണക്കക്കൊഞ്ചും മുരിങ്ങക്കോലും കൂടി ചാറ് വെക്കാൻ പോവുകയാണേ. ചാറ് വെക്കാന്ന് പറയുമ്പോൾ ഇവിടെ ഒഴിച്ചാൽ അങ്ങ് പോവോ ദൂരെ? അല്ല, നല്ല അയലക്കറി വെക്കുന്ന പോലെ നല്ല തേങ്ങ അരച്ച് നല്ല കൊഴുത്ത കറിയാണ്. ഓക്കെ. അപ്പോൾ ദേ മുരിങ്ങക്കോല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. മുരിങ്ങക്കോല്, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി. മുരിങ്ങക്കോല് നല്ല വിരലിൻ്റെ നീളത്തിലാണ് മുറിച്ചെടുത്ത് കേട്ടോ. ചട്ടിയിലാക്കി വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട്. ആ സമയത്ത് ഞാനെന്ത് ചെയ്തു, ചെമ്മീൻ്റെ തലഞ്ഞുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ്റെ തല നുള്ളാന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ ചെറിയ മുള്ളുണ്ടല്ലോ, അത് നുള്ളിക്കളഞ്ഞു എന്നുള്ളത്. എനിക്ക് ഈ മുള്ള് കൊള്ളുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ അങ്ങനെ വേണ്ടത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പൂച്ചയ്ക്ക് മുള്ള് കൊടുക്കാത്ത ഇനമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ അതാ. ആ സമയത്ത് നമ്മുടെ മുരിങ്ങക്കോലും തക്കാളിയും നല്ല പാങ്ങിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ദേ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് അതും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതിനായിട്ട് നമ്മൾ തേങ്ങ അരപ്പ്, തേങ്ങയ്ക്കകത്ത് സാധാരണ ചേർക്കുന്ന സാധനങ്ങൾ തന്നെ ചെറിയ ഉള്ളി ചേർത്തു, പിന്നെ മുളക്, കുറച്ചുകൂടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് അരച്ചുകൊണ്ട് വന്ന് വെന്തിരിക്കുന്നത് നമ്മുടെ കൂട്ടിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വരണം. കണ്ട കള 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 കളന്ന് തിളയ്ക്കുന്ന കണ്ടോ? കള മുഴുകുമി അരുവിയിൽ അലകളിൽ ഒരു പുള്ളി ഒരു പുളകം. അത് തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് അപ്പോൾ വെന്തു കറി അല്ലേ? കറി വെന്തു ഇറക്കി വെച്ചു. ഇനി നമ്മൾ താളിക്കാൻ പോവാണ്. താളിച്ച കറിക്കൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ, ഒരു മണവും. നമ്മൾ താളിച്ചതെല്ലാം അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ചും മുരിങ്ങക്കോലും, ഉണക്കക്കൊഞ്ചും മുരിങ്ങക്കോലും ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറയാമേ.